ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് എൻ്റെ പുതിയ ഫോൺ താഴേക്ക് ചാടുന്നതാണ്. ഭാഗ്യത്തിന് അടിയിൽ കാർപ്പറ്റ് ഉണ്ടായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. എന്തോ ഭാഗ്യത്തിനു വേണ്ടി മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് കാണിക്കുന്നത് ഒന്ന് രണ്ട് ഓർഡേഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ഐറ്റംസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കൊണ്ടുകൊടുക്കുന്ന ബിഹൈൻഡ് ദ സ്റ്റോറീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് 2 ഓർഡറാണുള്ളത്. ഒരെണ്ണം രണ്ടും ഒരു ദിവസമാണോ കൊടുക്കാനുള്ളത്. കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്നാലും വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഒന്ന് ഒരു ഷർട്ട് ഹാമ്പർ ആയിരുന്നു. ഷർട്ട് ഹാമ്പറിൽ ബെൽറ്റും വാലറ്റും ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലത്തുള്ള നമ്മുടെ ബിസ്മ ചേച്ചിയാണ് നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത്. ബിസ്മ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടെ അൽമദീന ഹൈപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ആൾക്ക് എത്തിച്ചു കൊടുക്കാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൽമദീന എന്ന് കേട്ടപ്പോഴേ ഞാൻ കയറി തുള്ളിച്ചാടി. കാരണം വേറൊന്നുമല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, ലൊക്കേഷൻ്റെ കാര്യം ആവശ്യമില്ല, ആളവിടെ എവിടെ ഉണ്ടാവും എന്നുള്ള ടെൻഷനില്ല, ആളെ വിളിച്ചാൽ കിട്ടുമെന്നുള്ള ടെൻഷനില്ല. അങ്ങനത്തെ ഒരുവിധം ടെൻഷനുകളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ഒരു ഓർഡർ ഞാൻ ഒരു മാസമോ 2 മാസമൊക്കെ മുമ്പ് കഴിഞ്ഞ ഈദിന് ചെറിയ പെരുന്നാൾക്ക് ഒരു ഉപ്പാക്ക് ഒരു മോൾ ഇതേപോലെ ദുബായിൽ നിന്നൊരു സർപ്രൈസ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർഫ്യൂം ഹാമ്പറും പിന്നെ ഒരു ഷർട്ടും കേക്കും എല്ലായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ആളുടെ കസിനാണ് ഇപ്പോൾ നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത്. അവരുടെ ആ സെയിം ലൊക്കേഷനിൽ തന്നെയാണ്, അവിടുന്ന് കുറച്ച് മാറിയിട്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ആളെനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ശരിക്കും ഈ ലൊക്കേഷൻ അയച്ചു തന്നത് ഈ കൊടുക്കുന്ന ആളുടെ ബ്രദറാണ് കേട്ടോ. ഇയാളല്ല അയച്ചു തന്നിട്ടുള്ളത്, ബ്രദർ വഴിയാണ് നമ്മൾ കോൺടാക്ട് ചെയ്തതൊക്കെ. ആളെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടിയാണ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കൊരു സൺഗ്ലാസും പിന്നെ ഒരു വാലറ്റും ഒരു ബെൽറ്റും നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ലക്ഷറി സ്റ്റൈലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സൺഗ്ലാസ് അവരുടെ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മളതൊരു പെർഫ്യൂമാക്കി ചുരുക്കുകയാണ് ചെയ്തത്. പിന്നെ സൺഗ്ലാസ് നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ നമുക്കൊട്ടും സമയം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ വേറൊന്നും അല്ല, 2 ദിവസം മുമ്പാണ് നമുക്ക് ഓർഡർ കൺഫേം ആയത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു 10 ഡേയ്സ് മുമ്പെങ്കിലും നിങ്ങൾ ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടിപൊളിയായിട്ട് സെറ്റാക്കാം. പക്ഷേ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ്സ് ഉണ്ട് ഈ സെറ്റ് ചെയ്യാനുള്ളതൊക്കെ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ചാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഫോൺ ചാടിയത്. പക്ഷേ കുഴപ്പമൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ആ റൂമിൽ ഓൾറെഡി കാർപ്പറ്റ് ഉണ്ടായിരുന്നു, നിലത്തോട്ടാ വീണിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയേനെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഞാൻ ആദ്യം മറ്റേ ബോക്സിൽ, ബ്ലാക്ക് ബോക്സിൽ റെഡ് റോസ് എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതെന്തോ ഒരു സുഖം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ട് വൈറ്റ് റോസ് തന്നെ ആക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ ബാഗിൽ ഷർട്ട് ഞാൻ ഒരു ഷർട്ട് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്ക് അങ്ങനെ സജഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആൾ 1-2 കളേഴ്സും സൈസും ആൾ യൂസ് ചെയ്യുന്ന ടൈപ്പും എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുത്തോ. ആൾ ഭയങ്കര ഡാർക്ക് കളേഴ്സ് അധികം യൂസ് ചെയ്യലില്ല. ആൾക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സാണ് ഒന്നുകൂടി മാച്ച് ആകുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഏതെങ്കിലും ടൈപ്പ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ല, ആ ഒരു ഷെയ്ഡിലുള്ള ഷർട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഈ ഷർട്ടിൻ്റെ പിന്നിലൊരു ട്വിസ്റ്റ് ഉണ്ട്, നിങ്ങൾ ലാസ്റ്റ് വീഡിയോ വരെ കാണണേ. അങ്ങനെ ആൾ അതിൻ്റെ കൂടെ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു കോട്ട്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവർ ശരിക്കും അത്യാവശ്യം കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര ലവ്ലി കപ്പിൾസാണ്. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഭയങ്കര ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കപ്പിൾസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. രണ്ടുപേരുടെയും ആ ഒരു സംസാരത്തിൽ നിന്നൊക്കെ. ആദ്യം ബിസ്മ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഷർട്ടും പിന്നൊരു പെർഫ്യൂമും ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു വാലറ്റ് ആക്കിയിട്ട് മാറ്റി. ഞാൻ പെർഫ്യൂം ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ അവർ വാലറ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാലറ്റ് ആക്കി. പിന്നെ അവർ ഒരു വലിയൊരു ഫ്ലോ ബൊക്കെ, ഒരു റെഡ് റോസിൻ്റെ ബൊക്കെയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞു ഒരു വാലറ്റും ഒരു ബെൽറ്റും ഒരു മിനി ബൊക്കയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു മിനി ബൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പർച്ചേസിങ്ങിന് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഷോപ്പ് ക്ലോസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എനിക്ക് ഉള്ള റോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് വെയിൽ കിട്ടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് ഫോട്ടോ എടുത്തത്. നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എന്താ പറയുക, ഭയങ്കര
ഭയങ്കര ചൂടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭയങ്കര ഒരു ഈവനിങ് ടൈമിൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ വെയിലത്ത് നിന്നിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കേട്ടോ. ഈ ഫോട്ടോസ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മദീനയിലോട്ട് പോയി. ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിലോ മീറ്റ് ചെയ്യാൻ വരും, അപ്പോൾ ഒന്ന് അവിടെ നിൽക്കണം, ഷോപ്പ് വർക്ക് കഴിഞ്ഞാലും റൂമിൽ പോവരുത് എന്നായിരുന്നു. അപ്പോൾ ആളെ ബ്രദറിലോനെ വെയിറ്റ് ചെയ്തിട്ട് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ ഞാൻ കൊണ്ടുകൊടുത്തു ആൾക്ക്. ഞങ്ങളാണ് വരുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആൾക്ക് ഉണ്ടായിരുന്നില്ല. ഗിഫ്റ്റ് ആൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബ്രദറിലോടുത്ത് ചിലപ്പോൾ ഇയാൾ എന്തെങ്കിലും കൊടുത്തയക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ആൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ അടുത്താണ് കൊടുത്തയക്കുന്നത് എന്നുള്ള കാര്യം ആൾക്കറിയില്ലായിരുന്നു. ഇനി ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ആ ബാഗിലോട്ടും ആളിട്ട ഷർട്ടിലോട്ടും നോക്കൂ, രണ്ടും സെയിം കളറാണ്. ആളെൻ്റെ അടുത്ത് ഫോട്ടോ അയച്ചതും ഈ കളർ തന്നെയായിരുന്നു. ഈ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ഞാൻ വീഡിയോ കൊടുത്തപ്പോഴാണ് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ഷർട്ട് ഒരേ കളറായി പോയല്ലേ എന്നെല്ലാം. എനിക്ക് ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഞാൻ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ഓർഡറിൽ. പക്ഷേ കുഴപ്പമില്ല, ആളത് ഇട്ടു. സത്യം പറഞ്ഞാൽ ആൾ 2 ദിവസം മുമ്പാണ് ഈ ഷർട്ട് പർച്ചേസ് ചെയ്തത്. ആളുടെ അടുത്ത് ഇല്ലാത്ത കളറാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നതും. അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. പക്ഷേ അവർ നല്ല ഹാപ്പി ആയിരുന്നു. അവർ വീണ്ടും 2 ഓർഡറും കൂടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷാഅല്ലാഹ് സന്തോഷം. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഓർഡർ ഒരു ബ്ലാക്ക് ബോക്സിൽ അവർ എല്ലാം ബ്ലാക്ക് തീമിൽ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം എനിക്ക് അപ്പക്കപ്പറേ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് തപ്പിപ്പോയ സമയത്ത് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു, നമ്മളിങ്ങനെ ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ എല്ലാം എനിക്ക് ഫോട്ടോ അയക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ. ആൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഇങ്ങനെ മതി, കുഴപ്പമില്ല. നമ്മൾ ഗ്ലാസ്സിന് പകരം പെർഫ്യൂം ആണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് മറ്റേതിൻ്റെ കൂടെ തന്നെയായിരുന്നു നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ മദീനയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ബ്രദറിനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രദറുമായിട്ടാണ് നമ്മളെല്ലാം കോൺടാക്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞു ആൾ റൂമിലില്ല, അവരുടെ ഫ്രണ്ടിൻ്റെ ആരോ ഉപ്പയോ എന്തോ മരിച്ചിട്ട് പുറത്താണെന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 1 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. വന്ന പാടെ ആൾ ഭയങ്കര ഒരു ഷൈ ടൈപ്പാണ്. കൂടെയുള്ള 2 പേര്, ഒന്ന് ഇയാളുടെ ബ്രദറുണ്ട്, പിന്നെ വേറെ ആരോ ഒപ്പമുണ്ട്. ആൾ വിളിച്ചിട്ട് പോലും ആൾ വരുന്നില്ല. സംഭവം ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ആൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ ആൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ആൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആൾക്ക് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ കൊണ്ടുപോയി കൊടുത്തപ്പോഴും ആൾക്ക് ഇതെന്താണ് സംഭവം എന്നോ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് സീന ആലോചിച്ച് ചിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കോമഡി വീഡിയോ ആക്കിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. ആളിങ്ങനെ ഇതെന്താന്ന് തുറന്നു നോക്കുക, എന്നത്തെ ഡേറ്റ് എന്താ നോക്കുമായിരുന്നു ആൾ. സത്യം പറഞ്ഞാൽ ആൾക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ആളിങ്ങനെ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്ക് ഡേറ്റ് ഒക്കെ നോക്കി, വൈഫ് എന്തോ മെസ്സേജ് എന്താ അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾക്ക് കാര്യം പിടികിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചു കോമഡി വീഡിയോ ചെയ്യാമെന്നെല്ലാം. പിന്നെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നോർമലാക്കിയിട്ട് ചെയ്താൽ മതി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വൈഫും ഹാപ്പി, ഇയാളും ഹാപ്പി. ആളപ്പോൾ വല്ലാതെ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും പിന്നെ വൈഫ് അവരുടെ വോയിസ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത്. ഹാമ്പേഴ്സിൻ്റെ ഫോട്ടോ കൂടി ഞാനിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റാ.